അത് നമുക്കറിയാം. മിനിഞ്ഞാന്ന് ആഗോള അയ്യപ്പ സംഗമം നടന്നു. ഇന്നിപ്പോൾ ഹൈന്ദവ സംഘടനകൾ ശബരിമല സംരക്ഷണ സംഗമം പന്തളത്ത് നടത്തുന്നു. അയ്യപ്പൻ്റെ പമ്പയിലാണ് ആഗോള അയ്യപ്പ സംഗമം നടന്നെങ്കിൽ പിതാവിൻ്റെ സ്ഥലമായ പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമം നടക്കുന്നു. ഇന്ന് ഉച്ചവരെ ശബരിമല വിശ്വാസം, വികസനം, സുരക്ഷ എന്നീ വിഷയത്തിൽ സെമിനാറുകൾ നടക്കും. ഇന്ന് വൈകുന്നേരത്തോടെ നടക്കുന്ന ഭക്തജന സംഗമം തമിഴ്നാട് BJP ഉന്നത അധ്യക്ഷൻ K. അണ്ണാമലൈ ഉദ്ഘാടനം ചെയ്യുകയാണ്. MG പ്രതീഷ് പന്തളത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. പന്തളത്ത് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? SKN, ഗുഡ് മോർണിംഗ്. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെയാണ് ഒരു ബദൽ സംഗമം നടക്കുന്നത്. ഈ ശബരിമല സംരക്ഷണ സമ്മേളനം എന്ന പേരിലാണ് ഈ ബദൽ സംഗമം ഇന്ന് പന്തളത്ത് നടക്കുന്നത്. രാവിലെ 9 മണിയോടുകൂടി തന്നെ ആദ്യഘട്ട സമ്മേളനം ആരംഭിക്കും. പന്തളത്ത് അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഏകദേശം 5000-ഓളം പേർ പങ്കെടുക്കുമെന്നതാണ് ഈ ശബരിമല കർമ്മസമിതി അറിയിച്ചിരിക്കുന്ന കാര്യം. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന ഈ സംഗമത്തിൽ ആദ്യഘട്ടത്തിൽ വിവിധ സെമിനാറുകളാണ് നടക്കുന്നത്. ശബരിമലയുടെ വികസനം, വിശ്വാസം, സുരക്ഷ എന്നീ വിഷയങ്ങളിലായിരിക്കും ഉച്ചവരെ സെമിനാറുകൾ നടക്കുക. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഭക്തജന സംഗമം നടക്കുന്നത്. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ തമിഴ്നാട് മുൻ BJP അധ്യക്ഷൻ K. അണ്ണാമലയാണ് ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. ഒപ്പം BJP MP തേജസ്വി സൂര്യ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. ഈ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഈ സമ്മേളനത്തിന്റെ ഭാഗമാകും. പ്രധാനമായും അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ നിലപാടുകളെ തുറന്നു കാണിക്കുന്ന ഒരു സമ്മേളനമായിരിക്കും ഈ പന്തളത്ത് നടക്കുക എന്നതാണ് പ്രധാനമായും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആഗോള അയ്യപ്പ സംഘവും സർക്കാർ നടത്തിയത് ഈ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് എന്നതായിരുന്നു BJP ഉൾപ്പെടെ ഉന്നയിച്ച വിമർശനങ്ങൾ. ഇതുൾപ്പെടെ ഈ സംഗമത്തിൽ തുറന്നു കാണിക്കും. സർക്കാരിനെയും CPM-നുമെതിരെ വലിയ വിമർശനങ്ങൾ നേതാക്കൾ ഉന്നയിക്കാനുള്ള ഒരു സാധ്യതയാണ് പ്രധാനമായും മുന്നിൽ കാണുന്നത്. ഈ 2 സെക്ഷനുകളായി നടക്കുന്ന സമ്മേളനത്തിൽ പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കാനാണ് BJP-യുടെയും ശബരിമല കർമ്മസമിതിയുടെയും തീരുമാനം. ഈ ഉച്ചയ്ക്ക് ഈ നടക്കുന്ന സമ്മേളനത്തിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കുമെന്ന് ഇതിനോടകം തന്നെ ഈ BJP-യും ശബരിമല കർമ്മസമിതിയും അറിയിച്ചിട്ടുണ്ട്. ഈ ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലും ചർച്ചയുണ്ടാകുന്നത്. വിശ്വാസത്തോടൊപ്പം വികസനം എന്നുള്ള ഒരു സന്ദേശമാണ് ഈ സംഗമത്തിലൂടെ ഈ പരിപാടിയുടെ സംഘാടകരും മുന്നോട്ട് വയ്ക്കുന്നത്. പന്തളത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. SKN. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.